ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SSLCയുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലത്തെ എക്സാമിനായാലും ശരി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോഴായാലും ശരി. പിന്നെ നമ്മുടെ PSCക്കൊക്കെ മെയിനായിട്ട് നമുക്ക് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ അരിതമെറ്റിക് സീക്വൻസ്. അപ്പം അതിൻ്റെ ബേസാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കാര്യമായിട്ട് ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. സീക്വൻസിന് കുറച്ച് എക്സാമ്പിൾസ് ഞാനൊന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കൂ. 2, 4, 6, 8 ഇതൊരു സീക്വൻസ് ആണ്. 1, 2, 3, 4 ഇത് മറ്റൊരു സീക്വൻസ് ആണ്. 3, 6, 9, 12 ഇത് മറ്റൊരു സീക്വൻസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ നമ്പേഴ്സിന്റെ പ്രത്യേകത? ഒരു പർട്ടിക്കുലർ റൂളിലാണ് നമ്മളുടെ ഈ നമ്പേഴ്സ് പോകുന്നത്. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഇവിടെ 2 കഴിഞ്ഞാൽ 4 കിട്ടാൻ കറക്റ്റ് ആയിട്ട് നമ്മള് 2 + 2 ആഡ് ചെയ്തപ്പോ 4 കിട്ടി. 4 + 2 ആഡ് ചെയ്തപ്പോ 6 കിട്ടി. 6 + 2 ആഡ് ചെയ്തപ്പോ 8 കിട്ടി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആ ഒന്ന് കൂട്ടി പോകുമ്പോൾ നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടി. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയട്ടെ. ഇങ്ങനെ നമ്പേഴ്സിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ഒരു ഓർഡറിൽ, ഒരു കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ എഴുതി പോകുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ്, അതല്ലെങ്കിൽ ശ്രേണി എന്ന് പറയും. നമ്പർ സംഖ്യ ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിൽ എഴുതി പോകുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ നമ്മൾ നമ്പർ എത്രയെങ്കിലും ഒരു സംഖ്യ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് ഇവിടെ ഇപ്പൊ 2 ആഡ് ചെയ്യുന്നു, ഇവിടെ 3 ആഡ് ചെയ്യുന്നു, ഇങ്ങനെ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്ന ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയാം, നമ്മുടെ ശ്രേണി അതല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഈ ഒരു സംഭവത്തിനെ ഇപ്പൊ ഇവിടെ 3 + 3 ഇതുണ്ടോ, ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു ഇങ്ങനെ ഇതുപോലെ ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ സംഖ്യകളെ ക്രമമായിട്ട് ഇങ്ങനെ എഴുതുന്നതിനെയാണ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ, ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഖ്യാശ്രേണി അതല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കും. ഇത് 2, 4, 6, 8 ഇതൊരു സീക്വൻസ് ആണ്, നമ്മുടെ സീക്വൻസ് ആണ്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് പൊസിഷൻ അഥവാ അതിന്റെ സ്ഥാനം കിടക്കുന്നത്, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ, ഇത് തേർഡ് നമ്പർ, ഇത് ഫോർത്ത് നമ്പർ എന്നാണ് കിടക്കുന്നത് അല്ലെ. ഈ ഒരു ശ്രേണിയില് ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അപ്പോ ഈ ശ്രേണി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഓരോ എലമെന്റിനെയും, ഈ ഓരോ അംഗങ്ങളെയും നമ്മൾ എന്ത് പറയും, ഈ ശ്രേണിയുടെ ടേംസ് ആണെന്ന് പറയാം. ഓക്കെ, ഈ സീക്വൻസിലെ ടേംസ് ആണ് ആരൊക്കെ, ഈ കാണുന്നവരൊക്കെ. ഓക്കെ, അവരുടെ ഈ സ്ഥാനത്തിന്റെ നമ്പറിനെ നമ്മൾ എന്ത് പറയും, പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ കാണുന്ന എത്രാമത്തെ നമ്പർ ആണോ അതിനെ നമ്മൾ എന്ത് പറയും, പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സംഭവം എന്താന്ന് വെച്ചാല് ഈ 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 തന്നെ. 6ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 തന്നെ. 8ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും 2 തന്നെയാണ്. അഥവാ ഈ ഓരോ നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസും എത്രയാണ്, കറക്റ്റ് ഈക്വൽ ആണ്, സെയിം ആണ്. അഥവാ എന്താ പറയാ, ഇങ്ങനെ ഈ സെയിം നമ്പേഴ്സിനെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് സെയിം ആണല്ലോ. അപ്പൊ ഇതിന് നമ്മൾ മറ്റൊരു പേര് പറയും, ഈ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും, കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇതിനെ x1 ആയിട്ട് നമ്മൾ കണക്കാക്കാം, x2, x3, x4 ഇങ്ങനെ നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പൊ x4 അഥവാ ഇത് നമ്മൾ ഓൾജിബ്രാക് രൂപത്തിൽ എഴുതി പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഓൾജിബ്രാക് രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ x4 അഥവാ x4 നാലാമത്തെ പദം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, x4 ഈക്വൽ ടു ഇവിടെ 2 കോമൺ ഡിഫറൻസ് നമുക്ക് 2 ആണ്. 2 × n അപ്പൊ 2 × n-ആം പദം എന്ന് പറയുമ്പോൾ നമുക്ക് നാലാമത്തെ പദം, ഈ n-ന്റെ സ്ഥാനത്ത് നമ്മൾ ഈ 4 കൊടുക്കുക. അപ്പൊ 2 × 4 = 8.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ ശ്രേണിയിലത്തെ x4 നമ്മൾ കണ്ടു, അഥവാ 4ാം പദം നമ്മൾ കണ്ടു. ഇനി നമ്മളടുത്ത് പറയാണ് 4th ടേം ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മളടുത്ത് പറയാണ് ഒരു 6th ടേം കാണാൻ പറയുകയാണ്. 6th ടേം നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? x6 കാണാം. x6 കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് ഇൻറ്റു നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള ഈ പൊസിഷൻ ഉണ്ടല്ലോ, അത് കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര വരുന്നത്? 2 ആണ്. 2 ഇൻറ്റു എത്ര വരും? ഈ ഡിഫറൻസ് എന്താ പറയാ, നമ്മുടെ ടേമിന്റെ ഈ പൊസിഷൻ എത്രയാണ് വരുന്നത്? 6 ആണ്. 2 ഇൻറ്റു 6 പറഞ്ഞാല് 12. ഇതായിരിക്കും നമ്മളെ ഈ ശ്രേണിയിലത്തെ 6ാം പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 6th ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് n-ാം പദം, അതല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഇതിന്റെ ഒരു 20ാം പദം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x20 ഈക്വൽ ടു 2 ഇൻറ്റു n, 2 ഇൻറ്റു 20. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തു തന്നു. xn ഈക്വൽ ടു എന്ത് വന്നു? 2n. ഓക്കെ, അപ്പോ xn ഈക്വൽ ടു 2n. അപ്പൊ ഇത് നമുക്ക് എല്ലാ ഇക്വേഷൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്, സംഭവം. സോറി, എല്ലാ അരിത്മെറ്റിക് സീക്വൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇനി ടെക്സ്റ്റിന്റെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എപ്പോഴും? അഥവാ രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യ പദം ലെസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ടെക്സ്റ്റിൽ നമുക്ക് ഫസ്റ്റിൽ തന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മേക്ക് ദ ഫോളോവിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയേഴ്സ്, റെഗുലർ പെന്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അപ്പൊ നമ്മൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ തരികയാണ്. ഇങ്ങനെ പോകുന്ന പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബഹുഭുജം. ഓക്കെ, അപ്പൊ ഫസ്റ്റില് നമുക്ക് പോളിഗൺ തുടങ്ങുന്ന ട്രയാങ്കിള്, പിന്നെ ഒരു സ്ക്വയർ, പിന്നെ നമുക്ക് 5 വശം, ഓക്കെ, അങ്ങനെ 6 വശം, ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഈ പോകുന്ന നമ്മുടെ പോളിഗൺസിൽ നിന്നും നമ്മളടുത്ത് കുറച്ച് സംഭവങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്? പെന്റഗണും ഹെക്സഗണും ഹെപ്റ്റഗണും ഇതൊക്കെ അല്ലെ. ഇത് പെന്റഗണാണ്, ഹെക്സഗണാണ്, ഹെപ്റ്റഗണ്, ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നമ്മൾക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് സീരീസുകൾ നമ്മളടുത്ത് ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സീരീസ്? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഇത് വെച്ചിട്ട്, ഈ പോളിഗൺസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് 3 സൈഡ്, ഇതിൽ 4 സൈഡ്, ഇതിൽ 5 സൈഡ്, ഇതിൽ 6 സൈഡ്. അപ്പൊ അതൊരു സീക്വൻസ് ആയി മാറിയല്ലോ. അപ്പൊ 3, 4, 5, 6 അത് ഒരു നമ്മളെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നെക്സ്റ്റ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഈ സംഭവങ്ങളുടെ ഒക്കെ ഇന്നർ ആംഗിൾസിന്റെ തുക നമുക്ക് മറ്റൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന്റെയൊക്കെ ഇന്നർ ആംഗിൾസിന്റെ തുക നമുക്ക് എന്ത് കിട്ടും? മറ്റൊരു സീക്വൻസ് ആയിട്ട് കിട്ടും. സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഈ ഇന്നർ ആംഗിൾസ് കാണുന്ന പറയുമ്പോ ഇപ്പൊ നമ്മളടുത്ത് ഇന്നർ ആംഗിൾസ് ഏതൊരു പോളിഗന്റെയും ഏതൊരു ബഹുഭുജത്തിന്റെയും ഇന്നർ ആംഗിൾസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n-2 ഇൻറ്റു എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? n-2 ഇൻറ്റു 180 ഡിഗ്രി. n-2 ഇൻറ്റു 180 ഡിഗ്രി ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഏതൊരു പോളിഗന്റെയും സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺസ് ഓഫ് എനി പോളിഗൺസ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺസ്, ഏത് പോളിഗൺ ആയിക്കോട്ടെ, ഇതിൽ ഏത് എത്ര വശമുള്ളതായിക്കോട്ടെ, അതിന്റെ ഇന്നർ ആംഗിൾസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഈ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? സൈഡ്സിന്റെ നമ്പർ കൊടുക്കുക.
അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഈ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസ് എത്രയാണ് വരിക എന്നുള്ളത് നോക്കി നോക്കാം. ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസ് എത്ര വരിക? 3 - 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു എത്ര വരും? 1 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. നെക്സ്റ്റ് നമ്മുടെ അടുത്ത് എത്ര വരുന്നത്? 4 - 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു എത്ര കിട്ടും? 4 - 2 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ എത്രയാണ്? 5 വശമുള്ളതാണ്. 5 - 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു എത്ര കിട്ടും? 3 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 540 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മറ്റൊരു സീക്വൻസും കൂടി കിട്ടി. എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഈ സീക്വൻസും കൂടി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി, ഇങ്ങനെ പോകുന്നു നമ്മളെ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ അഥവാ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നു. ഇനി നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സൈഡുള്ള ഏത് പോളിഗൺ ആയിക്കോട്ടെ, ഏത് ബഹുഭുജം ഏതായാലും ശരി, ഇതിന്റെ ഒക്കെ ഔട്ടർ ആംഗിൾസിന്റെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി ആയിരിക്കും. എത്രയാണ് വരുന്നത്? അപ്പൊ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? 360 ഡിഗ്രി, 360 ഡിഗ്രി, ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യാ? എഴുതാം. ഇതാണ് നമ്മുടെ സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? 1 ഇന്നർ ആംഗിൾ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 1 ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സം ഓഫ് ഇന്നർ ആംഗിൾ ഡിവൈഡഡ് ബൈ സൈഡ്സ്. സം ഓഫ് ഇന്നർ ആംഗിൾ ഡിവൈഡഡ് ബൈ സൈഡ്സ്. ശ്രദ്ധിക്കട്ടോ. 1 ഇന്നർ ആംഗിൾ നമ്മളത് കാണാൻ പറഞ്ഞിരിക്കുന്നു. 1 ഇന്നർ ആംഗിൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ സൈഡ്സ് n ഡിവൈഡഡ് ബൈ n. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 180 ഡിഗ്രി ട്രയാംഗിളിന്റെ എത്ര വരിക? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3, അപ്പൊ 60 ഡിഗ്രി വരും. നെക്സ്റ്റ് 360 ഡിഗ്രി ഇതിന്റെ സ്ക്വയറിന് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 90 ഡിഗ്രി വരും. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇതിന്റെ ഓരോന്നിന്റെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. 360, 540 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. 540 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 102 ഡിഗ്രി 108 ഡിഗ്രിയാണ് നമുക്ക് കിട്ടാം. അപ്പൊ ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വരും? 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി, 120 ഡിഗ്രി. ഇതിന്റെ 120 ഡിഗ്രിയാണ് വരാം. ഇങ്ങനെ പോകും നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി 1 ഔട്ടർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1 ഔട്ടർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? ശ്രദ്ധിക്കാം. അപ്പൊ 1 ഔട്ടർ ഇവിടെ തന്നെ എഴുതി കാണിക്കാം. 1 ഔട്ടർ ആംഗിൾ ഈക്വൽ ടു എല്ലാത്തിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ നോക്കാം. ഈ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ ഒക്കെ ഈ സൈഡ്സുകളുടെ നമ്പർ ആണോ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3, 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4, 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അതിന്റെ ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു വരികയാണ് ചെയ്യാം. അപ്പൊ 120 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി, ഇങ്ങനെ പോകും. 72 ഡിഗ്രി, 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതെല്ലാം ഈ സ്പീഡ് കൂടുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ്സിന് എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതറിയാൻ കഴിയുള്ളൂ, അതേപോലെ അത് തിരുത്താനും കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നോക്കി നോക്കാം.
ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം ഒരു 3 ഡോട്ട്സ് തന്നിട്ടുണ്ട്, 3 ഡോട്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് 3 ഡോട്ട്സ് 5 ഡോട്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റിൽ നമുക്ക് 4 1 2 3 4 1 2 3 പിന്നെ വീണ്ടും 1 2 3. പിന്നെ അടുത്തത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇങ്ങനെ ഈ 3 സെക്ഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 3. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കും, ഇവിടെ 3 ഡോട്ട്സ് ആണ് നമുക്കുള്ളത്. ഇവിടെ 3 ഡോട്ട്സ് ആദ്യത്തേല്, രണ്ടാമത്തേല് 6 ഡോട്ട്സ്, മൂന്നാമത്തേല് 10 ഡോട്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഫോർ മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. അടുത്ത 3 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വെച്ചിട്ട് വേണം ഓരോ ട്രയാങ്കിൾസിന് എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 3 ഡോട്ട്സ് അടുത്തേക്ക് 6 ഡോട്ട്സ് ആയി. അപ്പൊ ഇവിടെ നമ്മൾ എത്ര എണ്ണം ആഡ് ചെയ്തു? 3 എണ്ണം ആഡ് ചെയ്തു. നെക്സ്റ്റ് 6 10 ആയി. അപ്പൊ നമ്മൾ എത്ര എണ്ണം ആഡ് ചെയ്തു? 4 ആയി ആഡ് ചെയ്തു. അപ്പൊ ഈ 10 അടുത്ത ട്രയാങ്കിൾക്ക് എത്തുമ്പോഴത്തേനും 10ന്റെ കൂടെ +5 ആഡ് ചെയ്യണം. അപ്പൊ അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് 15 ഡോട്ട്സ് ആവശ്യമായിട്ട് വരും. ഇതിന്റെ അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് 15നോട് കൂടിയിട്ട് 6 ആഡ് ചെയ്യണം. അപ്പൊ 15 + 6 21 ഡോട്ട്സ് വരും. നെക്സ്റ്റില് 21 ഡോട്ട്സ് വരും. അപ്പൊ നെക്സ്റ്റില് നമ്മളടുത്ത് മൂന്നാമത്തെ ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ +7 നമ്മൾ ആഡ് ചെയ്യണം. ഈ +7 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 28 ഡോട്ട്സ് വരും. 28 ഡോട്ട്സ് വരും. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോട്ട്സ് വെച്ചിട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാ, നമ്മള് ഓരോ ട്രയാങ്കിൾസ് കഴിയുമ്പോൾ എത്ര ഡോട്ട്സ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നോക്കിയൊക്കെ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. ഇൻക്രീസ് ചെയ്ത് വരുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാ, നോക്കി അതിനനുസരിച്ച് നമ്മൾ അടുത്ത സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, 3ന് നാലാമത്തെ ഫസ്റ്റ് ട്രയാങ്കിൾ, അടുത്ത 3 അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 15 പിന്നെ ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ നമ്മള് ജസ്റ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 10 + 5 = 15 ഡോട്ട്സ്. നെക്സ്റ്റ് സെക്കൻഡ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണം, ഈ 15 + 6 = 21 ഡോട്ട്സ്. നെക്സ്റ്റ് തേർഡ് ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണം, ഈ 21 + 7 = 28 ഡോട്ട്സ്. എത്ര ഡോട്ട്സ് വേണമെന്നുള്ളത് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം പറഞ്ഞാലും മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, write down the sequence of natural numbers leaving remainder 1 on division by 3. അഥവാ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. ഓക്കെ, അഥവാ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ, 1 ശിഷ്ടം വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസും, അതുപോലെ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 2 ശിഷ്ടം വരുന്ന നമ്പേഴ്സിന്റെയും സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1 തൊട്ടിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ റിമൈൻഡർ 1 വരുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 1, എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3നെ നമ്മൾ ആഡ് ചെയ്ത് വരിക. അപ്പൊ 1 + 3 = 4.
പിന്നെ 4 പ്ലസ് 3 ഈക്വൽ ടു 7, 7 പ്ലസ് 3 ഈക്വൽ ടു 10, 10 പ്ലസ് 3 ഈക്വൽ ടു 13, 13 പ്ലസ് 3 ഈക്വൽ ടു 16. ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ റിമൈൻഡർ 1ഉം അതേപോലെ എന്താ പറയാ റിമൈൻഡർ 1ഉം 1 ആൻഡ് ഡിവൈഡഡ് ബൈ 3 3 കൊണ്ട് ഹരിക്കുമ്പോ ഒന്ന് ശിഷ്ടം വരുന്ന ഒന്ന് റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് നമ്മളിപ്പോ ഈ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോ 2 ശിഷ്ടം വരുന്ന, അപ്പൊ 2 വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 2, പ്ലസ് 3, 2 3 5, പ്ലസ് 3 8, പ്ലസ് 3 11, പ്ലസ് 3 14, ഇങ്ങനെ പോകുന്നു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ റിമൈൻഡർ എത്ര ആയിട്ട് വരുന്നത്, റിമൈൻഡർ 2 ആയിട്ട് വരുന്നതും ആൻഡ് ഡിവൈഡഡ് ബൈ 3 ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ശിഷ്ടം വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഈ കാണുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇൻ 2 അതർ വേസ്. അഥവാ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, 1 ലും 6ലും അവസാനിക്കുന്ന, 1 കൊണ്ടും 6 കൊണ്ടും അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ്, 1 കൊണ്ടും 6 കൊണ്ടും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മറ്റു 2 പ്രത്യേകതകളും കൂടി വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മറ്റു 2 പ്രത്യേകതകളും ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ആ സീക്വൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി നോക്കാം. 1 കൊണ്ടും 6 കൊണ്ടും അവസാനിക്കുന്ന സീക്വൻസും ജസ്റ്റ് നോക്കി നോക്കാം നമുക്ക്. 1, 6, 11, 16, 21, 26 ഈ പോകുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ സീക്വൻസ്. എന്താണ് സീക്വൻസ്? നമ്മുടെ സീക്വൻസ് എന്താ പറഞ്ഞത്, 1 കൊണ്ടും 6 കൊണ്ടും അവസാനിക്കുന്ന നമ്മുടെ സീക്വൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിന് 2 പ്രത്യേകതകളുണ്ട്. ഇതിന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, +5 ആണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. 5 ആഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 + 1 + 5 6, 6 + 5 11, 11 + 5 + 5 16 + 5. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 5 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോ നമ്മള് ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെന്നാ എഴുതുക, കണ്ടിന്യൂസ്ലി ആഡഡ് 5 എന്ന് എഴുതാം. ഒന്ന് കണ്ടിന്യൂസ്ലി ആഡഡ് 5 എന്ന് എഴുതാം. പിന്നെ കണ്ടിന്യൂസ്ലി ആഡഡ് 5 എന്ന് എഴുതാം. കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ്, ഇതിലത്തെ ഓരോന്നിനെയും നമ്മൾ എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ എത്ര വരും? 1 വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ ഒരു സീക്വൻസും കൂടിയാണ് ഈ സീക്വൻസ്. ശ്രദ്ധിക്കാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ മറ്റൊരു സീക്വൻസ് കൂടിയാണ് നമ്മുടെ ഈ സീക്വൻസ്. അഥവാ നമ്മൾ എഴുതാം if divided by 5 then get remainder 1 then get remainder 1. അപ്പൊ ഇതാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റു 2 വഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താന്നുള്ളതൊന്ന് നോക്കി നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. നമുക്ക് ഒരു ടാങ്ക് അതിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്. ആ 1000 ലിറ്റർ വെള്ളം, ആ ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 1000 ലിറ്റർ വെള്ളത്തിൽ നിന്നും 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? 1000 ലിറ്റർ വെള്ളം ഒരു ടാങ്കിലുണ്ട്. ആ ടാങ്കിൽ നിന്ന് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? 5 ലിറ്റർ 5 ലിറ്റർ വെച്ചിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പൊ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൽ ആ ടാങ്കിൽ ബാക്കി ഉണ്ടാവുന്ന വാട്ടറിന്റെ എന്താ പറയാ, വാട്ടർ ലെവൽ അതല്ലെങ്കിൽ വാട്ടറിന്റെ അളവ് എത്രയാണെന്നുള്ളത് നമുക്ക് ഒരു സീക്വൻസിൽ എഴുതാൻ കഴിയും. അതൊരു സീക്വൻസ് ആണ്. അതിന്റെ ഓരോ
സെക്കൻഡിന് ശേഷം ആ വാട്ടർ ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അതൊരു സീക്വൻസിൽ നമുക്ക് എഴുതാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അത് എഴുതാന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ 1000 ആണ് ഫസ്റ്റിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 5 ലിറ്റർ പോയി, അപ്പൊ 5 മൈനസ് ചെയ്തു. ഈ ആഡ് ചെയ്യാന്നുള്ളതിന്റെ കൂടെ തന്നെ മൈനസ് ചെയ്യുമ്പോഴും അതൊരു സീക്വൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മള് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യാ, ഇതിൽ നിന്നും ഇത് കുറക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ് നമ്മള് മൈനസ് 1000 നമ്മൾ -5 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 995, വീണ്ടും 5 പോകുമ്പോ 990, നെക്സ്റ്റ് വീണ്ടും 5 പോകുമ്പോ 985, നെക്സ്റ്റ് വീണ്ടും 5 പോകുമ്പോ 980. ഇതാണ് നമ്മുടെ സീക്വൻസ് വരാം. ഈ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എല്ലാതും ഒന്ന് നോക്കി നോക്കാം. ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിയിപ്പിക്കുക കമന്റ് ബോക്സ് വഴി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും കണ്ടുപോകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്. അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് വരാം കേട്ടോ.